നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആത്മഭാരതം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മുടെ ദേശീയ പതാക അഭിമാനത്തോടെ ആകാശത്തേക്ക് ഉയർന്ന ദിവസമാണ് ഓഗസ്റ്റ് 15, ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം. ഈ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം പങ്കുവച്ചിരിക്കുകയാണ്. ഈ സന്ദേശത്തിൽ അദ്ദേഹം 3 കാര്യങ്ങളാണ് പ്രധാനമായും ഓർമ്മിപ്പിക്കുന്നത്. 1, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗം. 2, ഇന്ത്യ ഇന്ന് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതി. 3, വികസിത് ഭാരത് നിർമ്മിക്കാനുള്ള 140 കോടി ഇന്ത്യക്കാരുടെ ഉത്തരവാദിത്വം. ഈ 3 കാര്യങ്ങളിലൂടെ നമുക്ക് ഇന്ത്യയുടെ യാത്രയെ നയിക്കാം. സ്വാതന്ത്ര്യം നമുക്ക് വെറുതെ ലഭിച്ചതല്ല. 1947 ഓഗസ്റ്റ് 15 നൂറ്റാണ്ടുകളായുള്ള വിദേശാധിപത്യത്തിന് ശേഷം ഇന്ത്യ സ്വതന്ത്രമായി. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ എത്രയോ മനുഷ്യരുടെ ത്യാഗമുണ്ടെന്ന് നമ്മൾ എപ്പോഴും മറന്നുപോകുന്നു. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സർദാർ വല്ലഭായ് പട്ടേൽ, ചന്ദ്രശേഖർ ആസാദ്, റാണി ലക്ഷ്മിബായി, ബാലഗംഗാധര തിലക്, ഇങ്ങനെ ചരിത്രത്തിൽ പേരറിയപ്പെടുന്ന മഹാന്മാർ മാത്രമല്ല, ചരിത്ര പുസ്തകങ്ങളിൽ പോലുമില്ലാത്ത ആയിരക്കണക്കിന് സാധാരണ ഇന്ത്യക്കാരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. ചിലർ ജയിലിലായി, ചിലർ സ്വന്തം സമ്പത്ത് നഷ്ടപ്പെടുത്തി, ചിലർ കുടുംബങ്ങളെ ഉപേക്ഷിച്ചു, ചിലർ സ്വന്തം ജീവൻ പോലും രാജ്യത്തിനായി നൽകി. അതുകൊണ്ട് സ്വാതന്ത്ര്യദിനം ഒരു അവധി ദിവസമല്ല, ത്യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പ്രധാനമന്ത്രി തൻ്റെ സന്ദേശത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നന്ദിയോടെ ഓർക്കുകയാണ്. അവരുടെ ധൈര്യം, ത്യാഗം, അചഞ്ചലമായ പ്രതിബദ്ധത ഇവയാണ് കൊളോണിയൽ ഭരണത്തിൻ്റെ അവസാനത്തിലേക്ക് ഇന്ത്യയെ നയിച്ചതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കണം. അവർ സ്വപ്നം കണ്ട ഇന്ത്യ എന്തായിരുന്നു? രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യം മാത്രം അല്ല, ദാരിദ്ര്യമില്ലാത്ത, വിദ്യാഭ്യാസമുള്ള, സ്വയം പര്യാപ്തമായ, ശക്തമായ, എല്ലാവർക്കും അവസരങ്ങളുള്ള ഒരു ഇന്ത്യ. ആ സ്വപ്നത്തിൻ്റെ പുതിയ രൂപമാണ് ഇന്ന് നമ്മൾ പറയുന്ന വികസിത ഭാരതം. 1947 ഇന്ത്യ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭ്യമല്ലായിരുന്നു. ആരോഗ്യ സംവിധാനങ്ങൾ പരിമിതമായിരുന്നു. വ്യവസായ ശേഷി കുറവായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യ നടത്തിയ യാത്ര ചെറുതല്ല. ഇന്ന് ഇന്ത്യ ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ്. നമ്മുടെ ശാസ്ത്രജ്ഞർ ബഹിരാകാശത്ത് ഇന്ത്യയുടെ പതാക ഉയർത്തുന്നു. നമ്മുടെ യുവാക്കൾ ലോകത്തിലെ പ്രധാന സാങ്കേതിക സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ സംരംഭകർ പുതിയ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും നിർമ്മിക്കുന്നു. നമ്മുടെ കർഷകർ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. നമ്മുടെ സൈനികർ അതിർത്തി സംരക്ഷിക്കുന്നു. ഇന്ത്യ മാറുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളിലൊന്നാണ് നമ്മുടെ ബഹിരാകാശ യാത്ര. ഒരിക്കൽ വളരെ പരിമിതമായ വിഭവങ്ങളോടെ ആരംഭിച്ച ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന ശക്തിയായി മാറി. ചന്ദ്രയാൻ, മാർസ് ഓർബിറ്റൽ മെഷീൻ, ആദിത്യ L1 എന്നിവ ഇന്ത്യയുടെ ശാസ്ത്രീയ ശേഷിയുടെ പ്രതീകങ്ങളായി മാറി. ഇതൊരു സർക്കാർ സ്ഥാപനത്തിൻ്റെ മാത്രം വിജയമല്ല, തലമുറകളായി പ്രവർത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ വിജയമാണ്. ഇന്ത്യയുടെ മറ്റൊരു വലിയ മാറ്റം ഡിജിറ്റൽ മേഖലയിലാണ്. ഒരിക്കൽ പണം അയക്കാൻ ബാങ്കിൽ മണിക്കൂറുകൾ ചിലവഴിക്കേണ്ടി വന്നിരുന്നു. ഇന്ന് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ പണം കൈമാറാം. UPI ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഡിജിറ്റൽ സേവനങ്ങൾ, ഓൺലൈൻ ബാങ്കിംഗ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇവയെല്ലാം ഇന്ത്യയുടെ ഭരണത്തിലും സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു രാജ്യം വികസിക്കണമെങ്കിൽ ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, മെട്രോ സംവിധാനങ്ങൾ, വൈദ്യുതി, ഡിജിറ്റൽ കണക്ടിവിറ്റി ഇവയെല്ലാം തന്നെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാനമാണ്. ഇന്ത്യ ഇന്ന് ഈ മേഖലകളിൽ വലിയ നിക്ഷേപങ്ങളാണ് നടത്തുന്നത്. പുതിയ അടിസ്ഥാന സൗകര്യം എന്നത് വെറും കോൺക്രീറ്റും സ്റ്റീലും മാത്രമല്ല, അത് തൊഴിലാണ്, വ്യാപാരമാണ്, കണക്ടിവിറ്റിയാണ്, അവസരങ്ങളാണ്. ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അത് നമ്മുടെ യുവജനങ്ങൾ തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടേഴ്സ്, റോബോട്ടിക്സ്, ബയോടെക്നോളജി, ഗ്രീൻ എനർജി, ഡിഫൻസ് ടെക്നോളജി, സ്റ്റാർട്ടപ്സ്. ഭാവിയിലെ ഇന്ത്യ നിർമ്മിക്കപ്പെടുന്നത് ഇത്തരം മേഖലകളിലായിരിക്കും. അതുകൊണ്ട് യുവാക്കൾ വെറും ജോബ് സീക്കേഴ്സ് മാത്രമായി മാറരുത്. ഇന്നൊവേഷൻ ചെയ്യണം, റിസർച്ച് ചെയ്യണം, ഓൺട്രപ്രണർഷിപ്പ് വളർത്തണം, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. 140 കോടി ഇന്ത്യക്കാരുടെ ശക്തി, ഇവയാണ് മോദിയുടെ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം വരുന്നത്. ഇന്ത്യയുടെ മുന്നേറ്റത്തിന് കരുത്ത് നൽകുന്നത് 140 കോടി ഇന്ത്യക്കാരാണ്. ഒരു പ്രധാനമന്ത്രിക്ക് മാത്രം വികസിത ഭാരത് നിർമ്മിക്കാൻ കഴിയില്ല. ഒരു സർക്കാരിനും ഒറ്റയ്ക്ക് കഴിയില്ല. ഓരോ ഇന്ത്യക്കാരനും അതിൽ പങ്കാളികളാകണം. ഒരു അധ്യാപകൻ ആത്മാർത്ഥമായി പഠിപ്പിക്കുമ്പോൾ, ഒരു ഡോക്ടർ രോഗിയെ കരുതലോടെ ചികിത്സിക്കുമ്പോൾ, ഒരു കർഷകൻ കൃഷി ചെയ്യുമ്പോൾ, ഒരു എഞ്ചിനീയർ മികച്ച സാങ്കേതിക വിദ്യ നിർമ്മിക്കുമ്പോൾ,
ഒരു തൊഴിലാളി തൻ്റെ ജോലി സത്യസന്ധമായി ചെയ്യുമ്പോൾ, ഒരു സംരംഭകൻ തൊഴിൽ സൃഷ്ടിക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ രാഷ്ട്ര നിർമ്മാണം നടക്കുകയാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. വികസിത ഭാരതം എന്ന് കേൾക്കുമ്പോൾ വലിയ കെട്ടിടങ്ങളും ഹൈവേകളും മാത്രമാണെന്ന് ചിന്തിക്കരുത്. യഥാർത്ഥ വികസിത ഇന്ത്യയിൽ നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ആരോഗ്യ സംരക്ഷണം വേണം, അതുപോലെ തൊഴിലവസരങ്ങൾ വേണം, സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയും അവസരങ്ങളും വേണം, കർഷകർക്ക് പുരോഗതി വേണം, ശാസ്ത്രത്തിനും ഗവേഷണത്തിനും പ്രാധാന്യം വേണം, പരിസ്ഥിതി സംരക്ഷണം വേണം. എല്ലാറ്റിനും ഉപരി രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഓരോ പൗരനും പങ്കാളികളാവേണ്ടത് ആവശ്യമാണ്. സ്വാതന്ത്ര്യം എന്നത് വിദേശ ഭരണത്തിൽ നിന്ന് മോചനം ലഭിച്ചത് മാത്രമല്ല, സ്വാതന്ത്ര്യം ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. നമുക്ക് ലഭിച്ച ഈ രാജ്യത്തെ അടുത്ത തലമുറയ്ക്ക് കൂടുതൽ മികച്ചതാക്കി കൈമാറാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ അവരുടെ കാലത്ത് ചെയ്യേണ്ടത് ചെയ്തു. ഇപ്പോൾ ചോദ്യം നമ്മോടാണ്. നമ്മുടെ തലമുറ ഇന്ത്യക്കായി എന്ത് ചെയ്തു? ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തിരങ്ക ഉയർത്തുമ്പോൾ ഒരു നിമിഷം നമുക്ക് സ്വയം ചോദിക്കാം, എനിക്ക് എൻ്റെ രാജ്യത്തിനായി എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെല്ലാവരും സൈനികരാകേണ്ടതില്ല, എല്ലാവരും ശാസ്ത്രജ്ഞരാകേണ്ടതുമില്ല. പക്ഷേ നമ്മുടെ ജോലി സത്യസന്ധമായി ചെയ്യാം, നിയമങ്ങൾ പാലിക്കാം, സമ്പത്ത് സംരക്ഷിക്കാം, പ്രകൃതിയെ സംരക്ഷിക്കാം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാം, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കാം, സമൂഹത്തിൽ സൗഹാർദ്ദം നിലനിർത്താം. ചെറിയ പ്രവർത്തനങ്ങൾ ഒത്തുചേരുമ്പോഴാണ് വലിയ രാജ്യം നിർമ്മിക്കപ്പെടുന്നതെന്ന കാര്യം നമ്മൾ മറക്കരുത്. 1947 നമ്മുടെ മുൻഗാമികൾ നമുക്കൊരു സ്വതന്ത്ര ഇന്ത്യ നൽകി. ഇന്ന് നമ്മുടെ ഉത്തരവാദിത്തം ഈ സ്വതന്ത്ര ഇന്ത്യയെ വികസിത ഇന്ത്യയാക്കി മാറ്റുകയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ സ്വപ്നങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിലൂടെ യാഥാർത്ഥ്യമാക്കണം. 140 കോടി ഇന്ത്യക്കാരുടെ കഴിവും അധ്വാനവും ആത്മവിശ്വാസവും ഒന്നിച്ചു ചേർന്നാൽ ഇന്ത്യക്ക് കൈവരിക്കാൻ കഴിയാത്ത ലക്ഷ്യമൊന്നുമില്ല. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം, രാജ്യം ആദ്യം, നമ്മുടെ ജോലി രാജ്യത്തിനായി, നമ്മുടെ സ്വപ്നം വികസിത ഭാരതം. സ്വാതന്ത്ര്യത്തിനായി ജീവൻ സമർപ്പിച്ച എല്ലാ ധീരദേശാഭിമാനികൾക്കും ശതകോടി പ്രണാമം. നമ്മുടെ തിരങ്ക എന്നും ഉയരത്തിൽ പറക്കട്ടെ. നമ്മുടെ ഇന്ത്യ കൂടുതൽ ശക്തമായി മുന്നേറട്ടെ. ഭാരത് മാതാ കി ജയ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം, വികസനം, ശാസ്ത്രം, ദേശീയ വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ആത്മഭാരതം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജയ് ഹിന്ദ്. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.